ഒരു കാര്യം ചോദിച്ചോട്ടെ ആദ്യം തന്നെ. സാറിൻ്റെ എപ്പോഴും കാണുന്നൊരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഈ ഒരു ടീഷർട്ടാണ്. ഒരുവിധം ഇൻ്റർവ്യൂസിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് സാർ ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ ഈ ടീഷർട്ട് എന്ന് പറയുന്നത് സാറിൻ്റെ ഒരു യുണീക്ക് സ്റ്റൈലായിട്ടോ, ലൈക്ക് ഈ പറഞ്ഞ പോലെ മീശയും ഹെയർ സ്റ്റൈലും ടീഷർട്ടെല്ലാം സാറിൻ്റെ ഒരു യുണീക്ക് സ്റ്റൈലാണോ, അതോ സാർ ഭയങ്കര കംഫർട്ടായിട്ട് വെയർ ചെയ്യുന്നൊരു ഡ്രസ്സ് എന്ന രീതിയിലാണോ ടീഷർട്ട് ധരിക്കുന്നത്? പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഊരാനും ഇടാനും ഒക്കെ എളുപ്പമായ കാരണം കൊണ്ട് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു സ്റ്റൈലുണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടൊന്നുമില്ല. കരണ്ട് ഉടുപ്പുകൾ കൂടുതൽ ആൾക്കാർ മേടിച്ച് തരുന്ന ആളുകൾ മേടിച്ച് തരുന്നു. അപ്പോൾ ആളുകൾ അങ്ങ് അസ്യൂം ചെയ്യും എനിക്കതാണ് ഇഷ്ടം എന്ന്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ഷർട്ട് പിന്നെ ഞാനിങ്ങനെ ഒത്തിരി ബട്ടൺസ് ഇല്ലേ, അതൊക്കെ ഇടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനതങ്ങനെ ഒഴിവായിപ്പോയെന്നേ ഉള്ളൂ. അത് വേറെ ന്യായമൊന്നും. ഈ മറ്റുള്ളവർ അസ്യൂം ചെയ്ത് തരിക എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണോ ആക്ച്വലി മൈത്രേയൻ ഡ്രസ് ചെയ്യുന്നത്? 90%. അപ്പോൾ മൈത്രേയന് ഡ്രസ്സിങ്ങിൽ സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നതില്ലേ? ഡ്രസ്സിനെ പറ്റി ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ നമ്മുടെ ശരീരത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോഴാണ്. അത് മനുഷ്യ ശരീരം ഉണ്ടായിരിക്കുന്ന 2 കാല് കൈയൊക്കെ ആയിട്ടാണ്. അപ്പം നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണല്ലോ കാല് 2ആയിട്ടിരിക്കുന്നത്. അതൊരു തുണിക്കകത്ത് ചുറ്റുന്നത് എന്തായാലും നടക്കാനുള്ള അസൗകര്യം ഉണ്ടാക്കുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ അത് കാരണം കൊണ്ട് കാലിനനുസൃതമായിട്ടുള്ള വസ്ത്രം ഇടുക എന്ന് പറയുന്നതാണ് സ്വാഭാവികമായിട്ട് നല്ലത് എന്ന് കണ്ടെത്തുന്നതാണ്. ഒപ്പം പലതരത്തിലെ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മുണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു പാവാട പോലൊരു വസ്ത്രമാണ്. കാല് അതിനകത്താണ്, അതുകൊണ്ട് ലൂസായിട്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉള്ളപ്പോൾ നടക്കാനൊക്കെ എളുപ്പമാണ്. അതൊക്കെയുള്ള പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. മുണ്ടെടുക്കുമ്പോൾ ഓക്കെ, കിടന്നുറങ്ങുമ്പോൾ പുതയ്ക്കാൻ ഉപയോഗിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട്. അതൊരു സൗകര്യമായിട്ട് ഉണ്ട്. കയ്യിലൊരു മുണ്ട് പണ്ട് സൂക്ഷിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ ഇല്ലാതെ തന്നെ നമ്മൾ ഈ വസ്ത്രം തന്നെ ഇട്ടങ്ങ് ഉറങ്ങാൻ പഠിക്കുമ്പോൾ മുണ്ട് മടക്കി കുത്തി ഷോർട്ട്സാക്കി നമ്മൾ നിക്കറിടാത്തവരാണ് മലയാളികൾ. നിക്കറിടുന്ന മഹാമോശമാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ മുണ്ട് മടക്കി കുത്തുമ്പോൾ നിക്കറാകുമെന്നൊക്കെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഷോർട്ട്സ് ഇഷ്ടം പോലെ ലോകത്തുണ്ടായി. അപ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ രാത്രികളിൽ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്നത് അതായി. അത് വസ്ത്രം 2 കാല് വേണം, 2ആയിട്ടിരിക്കണം. അപ്പോൾ അത് മറിച്ച് ഒന്നിച്ചുണ്ടാക്കുന്ന 2 തരത്തിലെ വസ്ത്രം ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. കാലിനനുസൃതമായിട്ട്, അല്ലെങ്കിൽ കാലിത് ഒരു കുഴലിനകത്ത് 2 വസ്ത്രമേ ലോകത്തുള്ളൂ, അത്ര കഴിയും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനായിരിക്കും ഇങ്ങനെ 2 തരത്തിൽ വസ്ത്രം ഉണ്ടാക്കിയതെന്ന്? ആദ്യം മനുഷ്യർക്ക് ഈ കാലിനനുസൃതമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആദ്യകാലത്തെ എല്ലാ വസ്ത്രങ്ങളും ഒരു തുണി കൊണ്ട് ചുറ്റുക വരത്തുള്ളൂ. മടിയന്മാരായതുകൊണ്ടായിരിക്കും അങ്ങനെ? അറിവില്ലായ്മ കൊണ്ടാണ് ഡ്രസ്സുകൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള അറിവുണ്ടാകുന്നവരെ ഒരു തുണി കൊണ്ട് മറയ്ക്കുക എന്ന് പറയുന്നത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏത് ലോകത്തെ എപ്പോൾ നോക്കിയാലും ട്രൈബ്സിനിടയ്ക്ക് മുഴുവനും ഈ തുണി കൊണ്ട് ചുറ്റുന്നതാണ്. നമ്മുടെ ഒരു ട്രൈബൽ കൾച്ചർ ഇതുവരെ മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മുണ്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ പലരും ഇപ്പോൾ പല സ്റ്റൈലായിട്ട് വീണ്ടും പഴയ രീതിയിലുള്ള ഒരു കൾച്ചറിലോട്ട് പോകുന്നത്. അത് സ്റ്റൈലല്ലേ, അല്ലാതെ സൗകര്യമൊന്നുമില്ല. അത് സാരി ഉപയോഗിക്കുന്ന സ്ത്രീകളെ പോലെ ഒരു മടക്കി കുത്തുന്ന പോലെ ഇങ്ങനെ ഇവിടെ ഏണിന് കുത്തുമൊക്കെ വേണ്ടേ പണിയെടുക്കണമെങ്കിൽ. പക്ഷെ അതും ഭയങ്കര പാടത്ത് പോയിട്ട് ആരെങ്കിലും സാരി എടുത്തിട്ട് പണിയെടുക്കുന്നുണ്ടോ? പാടത്ത് ഇപ്പോൾ കാണുന്നത് ഏറെക്കുറെ ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് സൗകര്യങ്ങൾ. ഇപ്പോഴും പല ഞാൻ കണ്ടിട്ടുണ്ട് പല ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇപ്പോഴും സാരി. അതെ, ഗ്രാൻഡ് പേരൻസ് എന്ന് പറഞ്ഞാൽ പ്രാകൃതരാണെന്നുള്ള മനസ്സിലായ പോലെ ഇനി ഇതൊരു അത്ഭുതകരമായിട്ട് ചിന്തിക്കേണ്ട കാര്യം.